നമസ്തേ. CMRL സാമ്പത്തിക ഇടപാട് കേസിൽ പിണറായി വിജയനും മകൾ വീണയ്ക്കും കനത്ത തിരിച്ചടി. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ED അന്വേഷണത്തിന് അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ED അന്വേഷണം തുടരാമെന്നും താത്കാലിക സ്റ്റേ ഇല്ലെന്നും ഇടക്കാല ഉത്തരവ് ഇന്നിറക്കില്ലെന്നും കോടതി അറിയിച്ചു. ഇതോടെ സ്റ്റേ വേണമെന്ന വീണ വിജയന്റെയും CMRLന്റെയും മോഹങ്ങൾക്കാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ EDക്ക് മുന്നിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. ഇത് വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിലും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. ED അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി. കേസിൽ വരും ദിവസങ്ങളിൽ നിർണായക വിധി പറയുവാനിരിക്കെ കേസ് പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ പ്രതികൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്ന് ഹൈക്കോടതി EDക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും പ്രതിഭാഗത്തു നിന്നും മണിക്കൂറുകൾ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. തങ്ങൾക്കെതിരെയുള്ള ED നടപടികൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് ഹർജിക്കാർ കോടതിയിൽ പ്രധാനമായും ഉന്നയിച്ചത്. CMRL നിന്ന് എക്സാലോജിക്കിന് ലഭിച്ച പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് വീണയ്ക്കും മറ്റും വിദേശ അക്കൗണ്ടുകൾ ഉണ്ടെന്നും ആരോപിച്ച് BJP നേതാവ് ഷോൺ ജോർജ് EDക്ക് പുതിയ പരാതി നൽകിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അന്വേഷണ പരിധിയിൽ തന്നെയാണ് ഉള്ളത്. നിലവിൽ ഈ വിഷയത്തിൽ SFIO അന്വേഷണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡുകളും തുടരുകയാണ്. കേന്ദ്ര ഉത്തരവ് പൂഴ്ത്തിവെച്ചതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും സംസ്ഥാന വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട്. CMRLന് വേണ്ടി സുപ്രീം കോടതിയിലെ പ്രമുഖ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര ഓൺലൈനായി ഹാജരായി. രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക അഴിമതി കേസുകളിൽ പ്രതികൾക്കായി ഹാജരായി പരിചയമുള്ള അഭിഭാഷകനാണ് സിദ്ധാർത്ഥ ലൂത്ര. അന്വേഷണം നടത്താൻ EDക്ക് അധികാരമില്ലെന്ന് CMRL വാദിച്ചെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കി. 2024 മുതലുള്ള ചെറിയ പ്രശ്നമല്ലേ, വാദം ഇന്ന് തന്നെ പൂർത്തിയാക്കണമെന്നും ഇരുകൂട്ടരോടും കോടതി ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ അന്തിമവാദത്തിന് തയ്യാറെന്ന് ED കോടതി അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണങ്ങളും നൽകിയ സമൻസുകളും ചോദ്യം ചെയ്താണ് CMRL പുതിയ ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. EDയുടെ അന്വേഷണം പൂർണ്ണമായും അധികാരപരിധിക്ക് പുറത്താണെന്നും നിയമവിരുദ്ധമാണെന്നുമാണ് CMRL അപ്പീലിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വാദം. കോടതിയുടെ അന്തിമ ഉത്തരവ് വരുന്നതുവരെ നിലവിലെ അന്വേഷണങ്ങളും തുടർ നടപടികളും നിർത്തിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നെങ്കിലും അവിടെ നിന്നും തിരിച്ചടി ഉണ്ടായിരുന്നു. ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് പുതിയ അപ്പീൽ നൽകിയിരുന്നത്. എന്നാൽ ഇതിലും CMRLന് തിരിച്ചടി നേരിട്ടു. അന്വേഷണം തടയണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് 5ാമതായി ഈ കേസ് പരിഗണിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ EDക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും സമൻസുകൾ റദ്ദാക്കാനാകില്ലെന്നുമായിരുന്നു കോടതി നിലപാട്. ഈ ഉത്തരവോടെ ED അന്വേഷണം ഊർജിതമാക്കുകയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലും CMRLുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും സിമുലേറ്റഡ് റെയ്ഡുകൾ അരങ്ങേറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് CMRL അടിയന്തര സ്റ്റേ ആവശ്യമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമാണ് മാസപ്പടി കേസെന്ന CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണ, അവരുടെ IT കമ്പനിയായ എക്സാലോജിക്, കൊച്ചിയിലെ CMRL എന്ന കരിമണൽ കമ്പനി എന്നിവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഈ കേസിന് ആധാരം. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കവെയാണ് ഇന്ന് ഈ നിർണായക നിരീക്ഷണം നടന്നത്. കേസിൽ വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വിശദമായ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് ED കോടതിയെ അറിയിച്ചത്. ഇരുഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ രേഖപ്പെടുത്തിയ കോടതി ഹർജി വിധി പറയുന്നതിനായി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അന്തിമ വിധി വരുന്നതുവരെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഈ കേസിനെ ചൊല്ലിയുള്ള സസ്പെൻസ് തുടരും. വിധി വരുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരാനും ഹർജിക്കാർക്കെതിരെ കടുത്ത നീക്കങ്ങൾ EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നും കോടതി താൽക്കാലിക ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച പുറത്തുവരുന്ന ഹൈക്കോടതി വിധി ഇരുവിഭാഗത്തിനും രാഷ്ട്രീയ കേരളത്തിനും ഒരുപോലെ നിർണായകമാകും. കേന്ദ്ര സർക്കാരിന്റെ കർശനമായ നിരോധന ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLന് കേരള തീരത്ത് ഖനനവും വാണിജ്യവും തുടരാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വഴിവിട്ട സഹായം നൽകിയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. മാത്രമല്ല, നിയമപരമായി ഉടനടി റദ്ദാക്കേണ്ടിയിരുന്ന ഖനന ലൈസൻസുകൾ 4 വർഷത്തോളം റദ്ദാക്കാതെ പൂഴ്ത്തിവെച്ചതിലൂടെ കരിമണൽ കർത്തയ്ക്ക് 1600 കോടി രൂപയുടെ അനധികൃത വിറ്റുവരവിനാണ് സർക്കാർ വഴിയൊരുക്കിയത്. ഇതിനു പകരമായാണ് പിണറായിയുടെ മകൾ വീണയ്ക്ക്
പ്രതിമാസം ലക്ഷങ്ങൾ മാസപ്പടിയായി ഒഴുകിയെത്തിയതെന്നാണ് SFIO അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കരിമണൽ കർത്തയ്ക്ക് സർക്കാർ വഴിവിട്ട സഹായം നൽകിയ ഇതേ 4 വർഷത്തെ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ബംഗളൂരു ആസ്ഥാനമായുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL നിന്നും കൃത്യമായി പണം ലഭിച്ചു തുടങ്ങിയത്. യാതൊരുവിധ സേവനങ്ങളും നൽകാതിരുന്നിട്ടും വീണയ്ക്ക് വ്യക്തിപരമായി പ്രതിമാസം 5 ലക്ഷം രൂപയും അവരുടെ എക്സാലോജിക് കമ്പനിക്ക് പ്രതിമാസം 3 ലക്ഷം രൂപയും വീതം CMRL നൽകിക്കൊണ്ടിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് പ്രകാരം 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ മാത്രം 1.72 കോടി രൂപ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. എന്നാൽ തുടർന്ന് വന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് SFIO ഓഫീസിന്റെ വിപുലമായ അന്വേഷണ റിപ്പോർട്ടിൽ ഈ തുക 2.73 കോടി രൂപയോളം വരുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഴിമതി അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ പ്രകാരം എക്സാലോജിക് കമ്പനി CMRLന് യാതൊരുവിധ സോഫ്റ്റ്വെയറോ സാങ്കേതിക സേവനങ്ങളോ നൽകിയിട്ടില്ല. കൂടാതെ CMRL MD ശശിധരൻ കർത്ത തന്നെ ആദായ നികുതി ബോർഡിന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി സുതാര്യമായി നടത്തിയ ബിസിനസ് കരാറുകളാണിതെന്നാണ് പിണറായി വിജയനും മകളും വാദിക്കുന്നതെങ്കിലും അഴിമതി നിരോധന നിയമപ്രകാരം ഇത് വ്യക്തമായ ക്വിഡ് പ്രോ കോ, അതായത് ഒന്നിനു പകരമായി മറ്റൊന്ന് നൽകൽ എന്ന് പറയും. ഇത് അഴിമതിയുടെ പരിധിയിൽ വരുന്നു. കർത്തയ്ക്ക് 1600 കോടിയുടെ ബിസിനസ് തുടരാൻ ലൈസൻസ് റദ്ദാക്കാതെ കാത്തു സൂക്ഷിച്ചതിന് പകരമായി മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കടലാസ് കമ്പനിക്ക് നിയമപരമായി ബിസിനസ് എന്ന വ്യാജേന ലഭിച്ച കൈക്കൂലിയാണ് ഈ മാസപ്പടി എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിഗമനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ഈ കേസിൽ നടത്തുന്ന അന്വേഷണത്തെയും സമൻസിനെയും ചോദ്യം ചെയ്തുകൊണ്ട് CMRL നൽകിയ ഹർജി 2026 മെയ് 26 കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDക്ക് അന്വേഷണം തുടങ്ങാൻ മറ്റൊരു ഏജൻസിയുടെയും FIR നിർബന്ധമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇതോടെ മാസപ്പടി കേസിൽ EDയുടെ അന്വേഷണത്തിന് മുന്നിലുണ്ടായിരുന്ന നിയമ തടസ്സങ്ങൾ നീങ്ങി. SFIO 2025 ഏപ്രിലിൽ ഈ കേസിൽ ഔദ്യോഗികമായി പരാതി ഫയൽ ചെയ്ത കാര്യവും ED കോടതിയെ അറിയിച്ചിരുന്നു. ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ മെയ് 27 കേരളത്തിലും ബംഗളൂരുവിലുമായി 10 ഇടങ്ങളിൽ ED വ്യാപകമായ റെയ്ഡ് നടത്തി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും പരിശോധന നടന്നു. വീണയുടെ ഭർത്താവ് മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും പരിശോധന ഉണ്ടായിരുന്നു. റെയ്ഡ് സമയത്ത് തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്ന വീണയിൽ നിന്ന് ED ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു. റെയ്ഡുകൾക്കും അന്വേഷണങ്ങൾക്കും പിന്നാലെ കേസ് കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായി 18.36 കോടി രൂപയും 242 ബാങ്ക് അക്കൗണ്ടുകളും ED മരവിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറം EDയുടെയും SFIOയുടെയും കർശനമായ അന്വേഷണങ്ങൾക്കും റെയ്ഡുകൾക്കും വഴിമാറിയിരിക്കുകയാണ് നിലവിൽ മാസപ്പടി കേസ്. ഇനി ഹൈക്കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് കാത്തിരിക്കാം. മാസപ്പടി കേസിൽ പുതിയ നിയമ വഴിത്തിരിവിന് കേരളം കാത്തിരിക്കുകയാണ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.